കേരളം വലിയ വികസന കുതിപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ. അധികൃതരുടെ കടുത്ത അവഗണനയിൽ റോഡും കുടിവെള്ളവും പോലും ലഭിക്കാതെ ഗ്രാമം തന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് ചിറ്റടി ഗ്രാമനിവാസികൾക്ക്. ആലക്കോട് പഞ്ചായത്തിലെ പ്രധാന ജനവാസ മേഖലകളിലൊന്നാണ് ചിറ്റടി. മാറി മാറി ഭരിച്ച സർക്കാരുകളുടെയും പഞ്ചായത്ത് ഭരണസമിതികളുടെയും വികസന വിരുദ്ധ സമീപനമാണ് ഈ ഗ്രാമത്തെ ഇന്നും പിന്നോക്കാവസ്ഥയിൽ നിർത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രസംഗിക്കും നമ്മൾ. പെൺകുട്ടികൾക്ക് രാത്രി ഇറങ്ങി നടക്കാനും രാത്രി നടത്തം സംഘടിപ്പിക്കാനും ഒക്കെ നമ്മളൊക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷേ രാത്രിക്ക് ഒരു പെൺകുട്ടിക്ക് പോലും ഈ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഞങ്ങളുടെ ഈ വാർഡിലോട്ടില്ല. ആലക്കോട് ചെറുപുഴ മലയോര ഹൈവേയെ ബന്ധിപ്പിക്കുന്ന ചിറ്റടി റോഡ് പൂർണ്ണമായും ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. മുൻപുണ്ടായിരുന്ന ബസ് സർവീസ് കൂടി നിലച്ചതോടെ നാട്ടുകാർക്ക് കൂടപ്രം, പനംകുറ്റി തുടങ്ങിയ ബസ് സ്റ്റോപ്പുകളിലേക്ക് കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ശരിക്കും നമ്മളെ ചിറ്റടി വാർഡ് വികസിക്കണമെങ്കിൽ നമ്മളെ ഈ റോഡ് നന്നായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വികസനം ഉണ്ടാവുള്ളൂ. അതാ ഞങ്ങൾ ഈ ചിറ്റടി വാർഡിലെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ ഒരു റോഡ് വികസനവും നമുക്ക് സ്ട്രീറ്റ് ലൈനുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഈ റോഡ് വികസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് അത്യാവശ്യമായി വികസിക്കും എന്തായാലും. അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാ ജനപ്രതിനിധികളോടും ഗവൺമെൻറ്റിനോടും എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് തന്നെ ഈ ഒരു റോഡ് വികസനം വേണമെന്ന് തന്നെയാണ്. മദ്രാസ് ഗവൺമെന്റിന്റെ കാലത്താരംഭിച്ച ചിറ്റടി ALP സ്കൂളിന്റെ നിലനിൽപ്പ് പോലും ഇന്ന് അവതാളത്തിലാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഈ സ്കൂളിലില്ല. വികസനം എന്ന് പറഞ്ഞാൽ ഒട്ടും എത്താത്ത ഒരു മേഖലയാണ് നമ്മൾ ചിറ്റടി വാർഡ്. ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളായ നമ്മൾ പാർട്ടിക്കാർ തന്നെ ഭരിച്ചതെങ്കിലും നമുക്ക് ഇതുവരെ ഒരു ഇതും ഇവിടെ എത്തിച്ചിട്ടില്ല. കളിസ്ഥലങ്ങളോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ ഇവർക്ക് വേണ്ടി ഇവരെ പുറകെ നടന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഇതിനു വേണ്ടി ഒരു തീരുമാനമായിട്ടില്ല. സ്കൂളുകളിൽ കുട്ടികൾ വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കാനും എല്ലാം ഉള്ള ബുദ്ധിമുട്ട് നമ്മളെ ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൗണ്ട് നേരത്തെ ഇതുപോലെ ഉണ്ടായിരുന്ന ഗ്രൗണ്ടാണ് കുട്ടികൾ കളിക്കാനും മറ്റെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി സ്കൂളിലെ കുട്ടികൾക്കടക്കമുള്ള. അപ്പോൾ അവരുടെ മാനസിക ആരോഗ്യ കായികശേഷി വളർത്താൻ വേണ്ടിയിട്ട് നാട്ടുകാർ അന്നേ നിർമ്മിച്ച ഒരു ഗ്രൗണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പം കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കുട്ടികൾ. കാരണം പുതിയ തലമുറക്ക് ഇതുപോലെ കളിക്കാനും അവരുടെ കായികശേഷി വളർത്താനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള നല്ല ഗ്രൗണ്ടാക്കി നവീകരിച്ച് നല്ലൊരു ഗ്രൗണ്ടാക്കി ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളും കൂടി ഉണ്ടായാൽ, കാരണം പുതിയ തലമുറ ഇപ്പം ഇതുപോലെ മയക്കുമരുന്നും മറ്റും അടിമപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുട്ടികളെ കായികശേഷി വളർത്തുകയാണെങ്കിൽ അതുപോലുള്ള നല്ല സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിലും ഇതും തടയാൻ സാധിക്കും. പിന്നെ ഇതുപോലത്തുള്ള ഗ്രൗണ്ടും മറ്റും എല്ലാം നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. റോഡ് മാത്രമല്ല, കുടിവെള്ളക്ഷാമവും ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 35 ലക്ഷം രൂപ ചിലവഴിച്ച് എസ്റ്റിമേറ്റിൽ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നു. എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണം ഈ കോടികളുടെ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ വികസനമില്ലായ്മ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചതോടെ പലരും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു മെയിനായിട്ടൊരു കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു 13 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ 13 ലക്ഷം രൂപ പോരാഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ എസ്റ്റിമേറ്റ് ഉയർത്തി 33 ലക്ഷത്തോളം ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ 33 ലക്ഷം ചെലവിട്ടിട്ടും ഇവിടെ ശരിയായിട്ടുള്ളൊരു കുടിവെള്ള ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അത് നാട്ടുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നാട്ടുകാരുടെ ശ്രമം കൊണ്ട് പൈപ്പുകളൊക്കെ പല സമയത്തും മാറ്റിയിട്ട് ഇപ്പം നിലവിൽ കഷ്ടിച്ച് അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ എടുത്തിരിക്കുന്ന കോൺട്രാക്ടറെ അറിയാൻ കഴിഞ്ഞത് സബ്സ്റ്റാൻഡേർഡ്, അതായത് ക്വാളിറ്റി കുറഞ്ഞ പൈപ്പൊക്കെ ഇട്ടത് കൊണ്ടാണ് ആദ്യം ഏകദേശം 2-3 മാസം പ്രശ്നങ്ങളുണ്ടായത്. അതിനുള്ള പിന്നെ ഇതിൻ്റെ ഈ ജലസംഭരണി കുളം, അതിൻ്റെ ലാൻഡ്,
ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ഫ്രീ ആയിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഒരു പദ്ധതി കൂടെ ഇവിടെ വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കാലങ്ങളായി തുടരുന്ന ഈ അവഗണനയ്ക്കെതിരെ ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പ്രദേശത്തിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ ഒത്തുചേർന്ന് ചിറ്റടി വികസന സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ റീസെൻ്റായിട്ടൊരു ചിറ്റടി പ്രാദേശിക വികസന സമിതി എന്ന് പറഞ്ഞൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അത് രൂപീകരിക്കാനുള്ള പ്രധാന കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ യാതൊരു വികസനവും വന്നിട്ടില്ല. 19 വർഷമായിട്ട് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന റോഡ് സ്കൂളുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, അതുപോലെ ഒരു അംഗൻവാടി. അതല്ലാതെ നമുക്ക് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ ശോചനീയ അവസ്ഥയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. യാതൊരു മാറ്റവും ഇതിന് വന്നിട്ടില്ല. ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഉള്ള അതേ റോഡിൻ്റെ സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ പലതവണ മാറി മാറി വരുന്ന ഗവൺമെൻറ്റിനെ നമ്മൾ സമീപിച്ചെങ്കിലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഈയിടെയായിട്ട് ഈ സജീവ് ജോസഫ് MLA വന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള നടപടികൾ ആരംഭിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിൽ ചിറ്റടി പ്രാദേശിക വികസന സമിതി എന്ന് പറയുന്നതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും പ്രവർത്തിച്ചു വരുന്നത്. അതെല്ലാ സഹകരണങ്ങളും നമുക്കിപ്പോഴും ഉണ്ട്. അപ്പം ഫ്യൂച്ചറിലേക്കും നല്ല നല്ല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് പ്രാദേശിക MLA MP ഇവരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളെ നാടിന് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്മെൻറ്റ്സ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമിതി പ്രവർത്തിക്കുന്നത്. ചിറ്റടി ഗ്രാമത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വികസന സമിതി രൂപീകരണ യോഗം ആവശ്യപ്പെട്ടു. ഒരു നാടിന്റെ നിലനിൽപ്പിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാട്ടുകാർ ഇന്ന് ജനകീയ കൂട്ടായ്മയുമായി തെരുവിലേക്കിറങ്ങുന്നത്.